ഉത്തമഗീതം 2-ാം അധ്യായം 1-ാം തിരുവചനം. ഷാരോണിലെ പനിനീർ പൂവാണ് ഞാൻ, താഴ്വരയിലെ ലില്ലിപ്പൂവ്. മുള്ളുകൾക്കിടയിലെ ലില്ലിപ്പൂവ് പോലെയാണ് കന്യകമാരുടെ ഇടയിൽ എൻ്റെ ഓമന. ശാലോം TV പ്രേക്ഷകർക്കെല്ലാം പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാളിൻ്റെയും ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനത്തിൻ്റെയും ആശംസകൾ സ്നേഹപൂർവ്വം ഞാൻ നേരുന്നു. പരിശുദ്ധ അമ്മയുടെ തിരുനാൾ നാം ആഘോഷിക്കുകയാണ്, സ്വർഗാരോപണ തിരുനാൾ. മഹിമയുടെ രഹസ്യം 4-ഉം 5-ഉം ഈ വിശ്വാസ സത്യം പ്രഘോഷിക്കുന്നതാണ്. നമ്മുടെ കർത്താവ് യേശു മിശിഹ ഉയർത്തെഴുന്നള്ളി കുറേ കാലം കഴിഞ്ഞപ്പോൾ പരിശുദ്ധ ദൈവമാതാവ് സ്വർഗത്തിലേക്ക് ഉടലോടെ കരയേറ്റപ്പെട്ടു. പരിശുദ്ധ ദൈവമാതാവ് സ്വർഗത്തിലേക്ക് കരയേറ്റപ്പെട്ട ഉടനെ സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയായി മുടി ധരിപ്പിക്കപ്പെട്ടു. മഹിമയുടെ ഈ 2 രഹസ്യങ്ങൾ ഇന്നത്തെ തിരുനാൾ ദിവസം പ്രത്യേകമായിട്ട് നാം ഓർക്കുകയാണ്. പരിശുദ്ധ അമ്മ ഉടലോടുകൂടി സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. സ്വർഗാരോപണ തിരുനാളിൻ്റെ പിൻബലം ഈ വിശ്വാസ സത്യമാണ്. 1950 നവംബർ 1-ാം തീയതി മുനിഫിച്ചെൻറ്റീസിമുസ് ദേവൂസ്, പരമകാരുണികനായ ദൈവം എന്ന അപ്പസ്തോലിക പ്രബോധനം വഴി 12-ാം പിയൂസ് മാർപ്പാപ്പ പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണം വിശ്വാസ സത്യമായി പ്രഖ്യാപിച്ചു. അമ്മയെക്കുറിച്ച് പ്രധാന 4 വിശ്വാസ സത്യപ്രഖ്യാപനങ്ങളാണ് ഉള്ളത്. ഏറ്റവും ആദ്യം എഫേസൂസ് കൗൺസിലിൽ 431. എഫേസൂസ് കൗൺസിലിൽ പരിശുദ്ധ അമ്മയുടെ ദൈവമാതൃത്വം വിശ്വാസ സത്യമായി പ്രഖ്യാപിച്ചു. പരിശുദ്ധ അമ്മ ദൈവത്തിൻ്റെ മാതാവാണെന്ന് അസന്നിഗ്ധമായിട്ട് സഭ പഠിപ്പിക്കുകയാണ്. പിന്നീട് 2 നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് 649 ലാറ്ററൻ കൗൺസിൽ പരിശുദ്ധ അമ്മ നിത്യകന്യകയാണെന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. അവൾ കറയ ഇല്ലാത്തവളാണ്, പാപം അവളെ ബാധിച്ചിട്ടേയില്ല, അവൾ നിത്യകന്യകയാണ്. പിന്നീട് വളരെ നൂറ്റാണ്ടുകൾ ഈ 2 വിശ്വാസ സത്യങ്ങൾ, ദൈവത്തിൻ്റെ അമ്മയാണ്, അവൾ നിത്യകന്യകയാണ്. തുടർന്ന് 19-ാം നൂറ്റാണ്ടിലേക്കാണ് എത്തുന്നത് ഒരു പുതിയൊരു വിശ്വാസ പ്രഖ്യാപനത്തിന്. 1854 പിയൂസ് 9-ാം മാർപ്പാപ്പ പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവം വിശ്വാസ സത്യമായിട്ട് പ്രഖ്യാപിച്ചു. പിന്നീട് 4-ാമത്തെ പ്രഖ്യാപനമാണ് 1950 ഇന്ന് നാം ആഘോഷിക്കുന്ന പരിശുദ്ധ അമ്മ സ്വർഗത്തിലേക്ക് ഉടലോടുകൂടി എടുക്കപ്പെട്ടു എന്നുള്ള വിശ്വാസ സത്യം. ഇങ്ങനെ 4 വിശ്വാസ സത്യങ്ങൾ. പരിശുദ്ധ അമ്മ ദൈവത്തിൻ്റെ മാതാവാണ്, അവൾ നിത്യ കന്യകയാണ്, പരിശുദ്ധ അമ്മയുടെ ജനനം അമലോത്ഭവമാണ്, പരിശുദ്ധ അമ്മ ഉടലോടുകൂടി സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. ഈ 4 വിശ്വാസ സത്യങ്ങളും ഒരുപോലെ നാം ഘോഷിക്കുമ്പോൾ പരിശുദ്ധ അമ്മയെ തന്നെയാണ് വണങ്ങുന്നത്. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായത്തിൽ തന്നെ അമ്മയുടെ ആഗ്രഹം ആ സ്തോത്രഗീതത്തിൽ നാം ആലപിക്കുന്നത് നാം വായിക്കുന്നതല്ലേ. എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ തൃക്കൺ പാർത്തു. ഇതാ ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കുമ്പോൾ തലമുറയായിട്ട് ആ അമ്മയുടെ ആഗ്രഹം പരിശുദ്ധാത്മാവ് പൂർത്തിയാക്കുന്നത് എത്ര ഭംഗിയായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. 5-ാമത്തെ നൂറ്റാണ്ടിൽ, പിന്നീട് 7-ാമത്തെ നൂറ്റാണ്ടിൽ, തുടർന്ന് 19-ാം നൂറ്റാണ്ടിൽ, 20-ാം നൂറ്റാണ്ടിൽ എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. പരിശുദ്ധ അമ്മയുടെ ആ വലിയ പ്രവചനം പൂർത്തിയാകുകയാണ് 1950 പ്രഖ്യാപിക്കപ്പെട്ട പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണം. പരമകാരുണികനായ ദൈവത്തിൻ്റെ കാരുണ്യമെന്നാണ് ഈ അപ്പസ്തോലിക പ്രബോധനത്തിന് 12-ാം പിയൂസ് മാർപ്പാപ്പ പേര് കൊടുത്തത് തന്നെ. പരമകാരുണികനായ ദൈവം, പരിശുദ്ധ അമ്മ ദൈവത്തിൻ്റെ കാരുണ്യത്തിൻ്റെ നേർരൂപമാണെന്ന് വളരെ വ്യക്തമാക്കുന്നതാണ്
ഈ പ്രബോധനം, ഈ വിശ്വാസ സത്യപ്രഖ്യാപനം. പരിശുദ്ധ അമ്മ നമ്മുടെ അമ്മയാണ്. അമ്മയെ സംബന്ധിച്ചിട്ടുള്ള പ്രഖ്യാപനം, അവിടുത്തെ സ്വർഗത്തിലേക്ക് ഉടലോടുകൂടി എടുക്കപ്പെട്ടു എന്നുള്ളത് ഒരു ദിവസം കൊണ്ടുള്ള പ്രഖ്യാപനമല്ല എന്ന് നമുക്കറിയാം. മാർപ്പാപ്പ ഒരു പ്രഭാതത്തിൽ എഴുന്നേറ്റ് ഈ ഒരു സത്യം പ്രഖ്യാപിക്കുകയായിരുന്നില്ല. ഏറ്റവും കുറഞ്ഞത് 3-ാം നൂറ്റാണ്ടിൽ ഇതേ സംബന്ധിച്ചിട്ടുള്ള വ്യക്തമായിട്ടുള്ള ധാരണകൾ നമുക്ക് വായിക്കുവാൻ കഴിയും. വിശുദ്ധരും മറ്റ് പ്രബോധകരും ആരാധനക്രമത്തിലും എല്ലാം പരിശുദ്ധ അമ്മ സ്വർഗത്തിലേക്ക് ഉടലോടുകൂടി എടുക്കപ്പെട്ടു എന്നുള്ള പ്രബോധനം ശക്തിയോടുകൂടി പാലിച്ചിട്ടുള്ളത് നമുക്ക് കാണുവാൻ സാധിക്കും. അതൊരു പാരമ്പര്യമായി മനസ്സിലാക്കുവാൻ കഴിയുകയാണ് നമുക്ക്. പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണത്തെ സംബന്ധിച്ച് ഒരു പാരമ്പര്യമുണ്ട്. പരിശുദ്ധ അമ്മ അപ്പസ്തോലന്മാരോടൊപ്പം സജീവമായിട്ട് പ്രേക്ഷിത പ്രവർത്തനങ്ങളിൽ ഉണ്ടായിരുന്നു. എഫേസൂസിൽ വിശുദ്ധ യോഹന്നാനോടൊപ്പമാണ് താമസിച്ചിരുന്നത് എന്നും ഒരു പാരമ്പര്യത്തിലുണ്ട്. എഫേസൂസിലാണ് മരിച്ച് സംസ്കരിക്കപ്പെട്ടതെന്നും അതല്ല ജെറൂസലമിലാണ് അമ്മയുടെ മരണം നടന്നതെന്നും അവിടെ സംസ്കരിക്കപ്പെട്ടു എന്നുള്ളതും ഐതിഹ്യമായിട്ട് പാരമ്പര്യമായിട്ട് പറഞ്ഞു വരുന്നുണ്ട്. ഇതേ സംബന്ധിച്ചുള്ള ചരിത്രരേഖകൾ കൃത്യമായിട്ട് നമുക്കില്ല. പരിശുദ്ധ അമ്മയുടെ ഉറങ്ങുന്ന ദേവാലയം എന്നൊരു ദേവാലയം ജെറൂസലമിലുണ്ട്. ധാരാളം ആളുകൾ, മുസ്ലിം മതവിശ്വാസികളും പരിശുദ്ധ അമ്മ ഉറങ്ങുന്ന ദേവാലയത്തിൽ പ്രാർത്ഥനയ്ക്കായിട്ട് വരാറുണ്ട്. ആ ദേവാലയത്തിന് ചുറ്റും നടക്കുക എന്നുള്ളത് അവരുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായി തന്നെ അവർ സ്വീകരിച്ചിട്ടുണ്ട്. പരിശുദ്ധ അമ്മ മരിച്ചു, സംസ്കരിക്കപ്പെട്ടു. എന്നാൽ നമ്മുടെ പിതാവായ തോമാസ് ലീഹ ഈശോ പ്രത്യക്ഷപ്പെട്ടപ്പോൾ സംഭവിച്ചതുപോലെ അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നില്ല പരിശുദ്ധ അമ്മ മരിക്കുമ്പോൾ. അമ്മ മരിച്ചു തൻ്റെ അസാന്നിധ്യത്തിലെന്ന് വീണ്ടും വിശ്വസിക്കുന്നതിൽ തോമാസ് ലീഹ ശാഠ്യം പിടിച്ചു. എനിക്ക് ആ കല്ലറ തുറന്നു കാണണം. തോമാസ് ലീഹായുടെ ശാഠ്യത്തിന് മുമ്പിൽ വഴങ്ങി പരിശുദ്ധ അമ്മയെ അടക്കിയ കല്ലറ തുറന്നപ്പോൾ അവരുടെ ശരീരം അവിടെ ഉണ്ടായിരുന്നില്ല. അമ്മയുടെ ശരീരം അവിടെ ഉണ്ടായിരുന്നില്ല. ഇതാണ് പാരമ്പര്യം. ഈ പാരമ്പര്യം വളരെ ശക്തമായിരുന്നതുകൊണ്ട് വിശ്വാസത്തിലേക്ക് കടന്നു വന്നു, ആരാധനക്രമത്തിൽ ഉൾച്ചേർത്തു. സഭാപിതാക്കന്മാർ പരിശുദ്ധ അമ്മ സ്വർഗത്തിലേക്ക് ഉടലോടുകൂടി എടുക്കപ്പെട്ടു എന്ന് വിശ്വസിക്കുകയാണ് ചെയ്യുന്നത്. ആ വിശ്വാസമാണ് ഒരു സത്യമായിട്ട് 1950 മാർപ്പാപ്പ പ്രഖ്യാപിക്കുന്നത്. നിരവധി തവണ കർദിനാൾമാർ, മാർപ്പാപ്പമാരുടെ സഹായികളായിട്ടുള്ള വ്യക്തികൾ, മെത്രാന്മാർ, വിവിധ കൗൺസിലുകൾ എല്ലാവരുടെയും ആവശ്യപ്രകാരമാണ് പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണം ഒരു വിശ്വാസ സത്യമായിട്ട് മാർപ്പാപ്പ പ്രഖ്യാപിച്ചത്. രണ്ടാം വത്തിക്കാൻ കൗൺസിൽ ജനതകളുടെ പ്രകാശം എന്ന പ്രമാണരേഖയിൽ ഇപ്രകാരമാണ് സ്വർഗാരോപണത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. പരിശുദ്ധ അമ്മ കറയില്ലാത്തവളായി ഉത്ഭവപാപരഹിതയായി ഈ ഭൂമിയിൽ ജനിച്ചു. അവൾ സ്വർഗത്തിലേക്ക് തൻ്റെ തിരുക്കുമാരനാൽ, ഉയർക്കപ്പെട്ട തിരുക്കുമാരനാൽ സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെട്ടു. അവൾ സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയായി മുടി ധരിപ്പിക്കപ്പെട്ടു. രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ ഈ പ്രബോധനം സ്വർഗാരോപണത്തെക്കുറിച്ചുള്ള വിശ്വാസ സത്യത്തിൽ മുഴുവനായി ഉൾച്ചേർന്നിരിക്കുന്ന കാതൽ വീണ്ടും ആവർത്തിച്ചിരിക്കുകയാണ്. അവൾ നിത്യകന്യകയാണ്. അവൾ പാപരഹിതയായിട്ട് ഈ ഭൂമിയിൽ ജനിച്ചു, പാപരഹിതയായി ജീവിച്ചു. അതുകൊണ്ട് തൻ്റെ തിരുക്കുമാരൻ സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെട്ടതുപോലെ പരിശുദ്ധ അമ്മയും സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെട്ടു. സ്വർഗത്തിൻ്റെയും ഭൂമിയുടെ രാജ്ഞിയായി അവളെ തിരുക്കുമാരൻ വാഴിക്കുകയും ചെയ്തു. ഈ രണ്ടാമത്തെ കൗൺസിലിൻ്റെ പഠനം നാം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും അത് തിരുനാളായി ആഘോഷിക്കുവാനും നമ്മോട് ആഹ്വാനം ചെയ്യുകയാണ് ഈ ഒരു ദിവസം. പരിശുദ്ധ അമ്മ പാപരഹിതയായിരുന്നു. അവൾ സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെട്ടു. നമ്മുടെ ഉയർപ്പിൻ്റെ ഒരു മുന്നാസ്വാദനമാണ് പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണമെന്ന്
വേദപാരംഗതരും സഭാപിതാക്കന്മാരും വളരെ ഭംഗിയായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണം എന്നുള്ളത് എല്ലാ സഭാപിതാക്കന്മാരും അതുപോലെ വേദപാരംഗതരും പഠന വിഷയമാക്കിയിട്ടുണ്ട്, ആവർത്തിച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അമ്മയുടെ വലിയ ആരാധകനായിരുന്ന വിശുദ്ധ ജോൺ ഡമിഷ്യൻ ഇപ്രകാരം പറയുന്നുണ്ട്: പരിശുദ്ധ അമ്മ നിത്യകന്യകയായിരുന്നെങ്കിൽ അവളുടെ ശരീരവും അഴുകാൻ പാടില്ല. അത് തിരുക്കുമാരൻ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. അത് വിശ്വസിക്കുന്നതിൽ എനിക്ക് യാതൊരു വൈമുഖ്യവുമില്ല എന്ന്. വിശുദ്ധ ആൽബർട്ട് ദ ഗ്രേറ്റ്, വിശുദ്ധ ഫ്രാൻസിസ് സാലസ്, വിശുദ്ധ അൽഫോൻസ് ലിഗോറി, ഇങ്ങനെ വേദപാരംഗതരായിട്ടുള്ള മറ്റ് വിശുദ്ധരെല്ലാം, വിശുദ്ധ തോമസ് അക്യൂനാസ്, ഇവരെല്ലാം ഒരുപോലെ പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണം അംഗീകരിക്കുകയും അതിനെ ആവർത്തിച്ച് ഉറപ്പിച്ച് വിശ്വാസികളെ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണം വിശ്വാസ സത്യമായിട്ട് നാം സ്വീകരിക്കുമ്പോൾ സഭയാവുന്ന രഹസ്യത്തിൻ്റെ ഒരു അമൂല്യ രത്നമായിട്ട് വിശ്വാസികളെന്ന നിലയിൽ നാം ഓരോരുത്തരും സ്വീകരിക്കണം. കൊളോസോസുകാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 2-ാം തിരുവചനത്തിൽ അപ്പസ്തോലൻ പഠിപ്പിക്കുന്നുണ്ട്: പിതാവായ ദൈവത്തിൻ്റെ രഹസ്യമാണ് ക്രിസ്തു. അപ്പസ്തോലൻ അതേ ആവേശത്തോടുകൂടി ദൈവാത്മാവിൻ്റെ പ്രവർത്തനങ്ങളെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചുകൊണ്ട് അവിടുത്തെ പ്രവർത്തനങ്ങൾ എത്ര അത്ഭുതകരമാണെന്ന് അതിശയിക്കുന്നുണ്ട്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം 30-ാം തിരുവചനത്തിൽ പഠിപ്പിക്കുകയാണ്: ദൈവമേ, നിൻ്റെ വഴികൾ എത്ര നിഗൂഢങ്ങൾ, അവിടുത്തെ വിധികൾ എത്ര അജ്ഞേയങ്ങൾ. സ്വർഗത്തിൻ്റെ 3-ാം തട്ടിലേക്ക് പ്രവേശിച്ച മിസ്റ്റിക്കുകളിൽ വലിയ മിസ്റ്റിക്കായ അപ്പസ്തോലൻ ദൈവത്തിൻ്റെ അപരിമേയമായ ശക്തിയും അവിടുത്തെ കരവിരുതും അവിടുത്തെ സാന്നിധ്യവും വെളിപ്പെടുത്തലും എല്ലാം കാച്ചി കുറുക്കിക്കൊണ്ട് നമ്മെ പഠിപ്പിക്കുകയാണ്: ദൈവമേ, നിൻ്റെ വഴികൾ എത്ര നിഗൂഢങ്ങൾ, അവ അങ്ങയുടെ വിധികൾ എത്ര അജ്ഞേയങ്ങൾ. അവിടെ ദൈവത്തിൻ്റെ വഴികൾ അജ്ഞേയങ്ങളാണ്, നിഗൂഢങ്ങളാണ്. ക്രിസ്തു ഒരു രഹസ്യമാണ്. ഈ രഹസ്യം പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളണമെങ്കിൽ അവിടുന്ന് നമ്മെ പഠിപ്പിക്കണം, നമുക്ക് മനസ്സിലാക്കി തരണം. സാധാരണ ബുദ്ധിക്ക് അത് മനസ്സിലാക്കാൻ കഴിയുകയില്ല. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 16-ാം തിരുവചനത്തിൽ അപ്പസ്തോലനോട് ഈശോ പറയുന്നുണ്ട്: യോനായുടെ പുത്രനായ ശിമയോനെ, നീ ഭാഗ്യവാൻ. മാംസരക്തങ്ങളല്ല, സ്വർഗത്തിലുള്ള എൻ്റെ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തി തന്നത്. ദൈവം വലിയ രഹസ്യമാണ്. ഈശോ വലിയ പിതാവായ ദൈവത്തിൻ്റെ രഹസ്യമാണെന്ന് അപ്പസ്തോലൻ പഠിപ്പിക്കുന്നു. ആ സഭയിലെ വലിയ രഹസ്യമാണ് പരിശുദ്ധ അമ്മയുടെ ഈ സ്വർഗാരോപണവും അവളുടെ അമലോത്ഭവവും കന്യാത്വവും ദൈവമാതൃത്വവും എല്ലാം ഒരു രഹസ്യമായി, ഒരു മിസ്റ്ററിയായി സാധാരണ ബുദ്ധിക്ക് മനസ്സിലാക്കാൻ കഴിയുകയില്ല. എന്നാൽ വിശ്വാസ രഹസ്യങ്ങൾ കർത്താവ് വെളിപ്പെടുത്തി തരുമ്പോൾ നമുക്ക് മനസ്സിലാകുമെന്ന് ഉൾക്കൊള്ളുവാൻ നമ്മോട് ആവശ്യപ്പെടുകയാണ് ഈ തിരുനാൾ. വളരെ പണ്ഡിതനായ നിക്കോദോമസ് ഈശോയുടെ അടുത്ത് വന്ന് രണ്ടാമത്തെ ഒരു ജനനത്തെക്കുറിച്ച്, ആത്മീയ ജീവിതത്തെക്കുറിച്ചുള്ള ഈശോയുടെ പഠനങ്ങൾ ഉൾക്കൊള്ളാൻ സാധിച്ചില്ല. മാതാവിൻ്റെ ഉദരത്തിൽ പ്രവേശിച്ച് വീണ്ടും ജനിക്കാൻ കഴിയുമോ എന്ന അബദ്ധം നിറഞ്ഞ ഒരു സാധാരണക്കാരൻ്റെ ചോദ്യമാണ് നിക്കോദോമസ് ഈശോയോട് ചോദിച്ചത്. ഈശോയ്ക്ക് അപ്പോൾ മനസ്സിലായി, ദൈവിക കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുമ്പോഴേ വിശ്വാസികൾക്ക് മനസ്സിലാകുകയുള്ളൂ. എത്ര വലിയ പഠനമുള്ളവരാകട്ടെ, ബുദ്ധിയുള്ളവരാകട്ടെ, കഴിവുകൾ ഉള്ളവരാകട്ടെ, ദൈവിക രഹസ്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് അത് വെളിപ്പെടുത്തി കൊടുക്കണം. അത് നിക്കോദോമസിന് മനസ്സിലായില്ല എന്ന് ഈശോയ്ക്ക് മനസ്സിലായപ്പോൾ ഈശോ നിക്കോദോമസിനോട് വളരെ ലളിതമായ ഒരു ഉദാഹരണം, അതിലൂടെ ദൈവിക കാര്യങ്ങൾ എങ്ങനെ വിശ്വാസികൾ ഏറ്റെടുക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. നിക്കോദോമസിനോട് ഈശോ ചോദിക്കുകയാണ്: നിക്കോദോമസ്, ഈ കാറ്റ് ഇതിലെ കടന്നു പോകുന്നുണ്ടല്ലോ, ഇത് എവിടെ നിന്നാണ് വരുന്നതെന്ന് നിനക്ക് പറയാൻ സാധിക്കുമോ? എനിക്കറിഞ്ഞുകൂടാ. എന്നാൽ ഇത് എങ്ങോട്ടാണ് പോകുന്നതെന്ന് പറയാൻ സാധിക്കുമോ? അതും എനിക്ക് അറിഞ്ഞുകൂടാ. നിക്കോദോമസ് മറുപടി പറഞ്ഞു: എന്നാൽ ദൈവിക കാര്യങ്ങൾ ഇതുപോലുള്ള രഹസ്യമാണ്. അതിൻ്റെ പഠനങ്ങൾ ഉൾക്കൊള്ളുക, അതാണ് വിശ്വാസിക്ക് കരണീയമായിട്ടുള്ളത്, എളിമയോടുകൂടി ചേർത്ത് നിർത്തേണ്ടതുമെന്ന് പഠിപ്പിക്കുകയാണ്. ഒരു ബദാം പരിപ്പെടുത്തു ഒരു പിതാവ് തൻ്റെ പുത്രന് നൽകി. ചോദിച്ചു, ഈ പരിപ്പിനുള്ളിൽ എന്താണുള്ളത്? ഈ ബദാം പരിപ്പിനുള്ളിൽ എന്താണുള്ളത്? അവൻ പറഞ്ഞു, അത് മുറിച്ചിട്ട് ഒന്നുമില്ല, എന്നാൽ സൂക്ഷിച്ചു നോക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ആ പുത്രൻ പറഞ്ഞു, ഉണ്ട്, ഒരു ബദാം ചെടി.
ഈ പരിപ്പിനുള്ളിൽ ഒരു ചെടിയുണ്ട്. അത് വളരെ ശരിയാണ്. കണ്ണുകൊണ്ട്, നഗ്ന നേത്രങ്ങൾ കൊണ്ട് നോക്കിയാൽ ആ വൃക്ഷത്തെ കാണാൻ സാധിക്കുമോ? എന്നാൽ അത് മണ്ണിലേക്ക് കുഴിച്ചിട്ട് അത് വളർന്ന് വലുതാകും. അപ്പോഴതിൽ ആ വിത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ് ഒരു വൃക്ഷം. കണ്ണുകൊണ്ട് കാണാൻ സാധിക്കുകയില്ല, എന്നാൽ ആ സാന്നിധ്യം അവിടെ ഇല്ലേ? ദൈവിക രഹസ്യങ്ങൾ ഇതുപോലെയാണ്. മാംസരക്തങ്ങളല്ല, സ്വർഗത്തിലുള്ള പിതാവ് നിനക്ക് വെളിപ്പെടുത്തി തരും. വിശ്വാസ സത്യം, പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണം. ഉടലോടുകൂടി പരിശുദ്ധ അമ്മ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. എത്ര മനോഹരമായ വിശ്വാസ രഹസ്യമാണ്. വേദപാരംഗതനായ വിശുദ്ധ ബെർണാർഡ് ഇപ്രകാരം ചോദിക്കുന്നുണ്ട്: ഈശോ സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തു. തൻ്റെ അമ്മയും തന്നോടൊപ്പം ആയിരിക്കുവാൻ ആഗ്രഹിക്കുകയില്ലേ ആ തിരുക്കുമാരൻ? ആ തിരുക്കുമാരൻ സ്വർഗത്തിലേക്ക് ഉടലോടുകൂടി തൻ്റെ മാതാവിനെ സ്വീകരിച്ചു എന്ന് വിശ്വസിക്കുന്നതിൽ നമുക്കെന്ത് മടിയാണുള്ളത്? ആ വേദപാരംഗതൻ്റെ വാക്കുകൾ നമുക്ക് ഓർക്കാം. ഈശോയ്ക്ക് അസാധ്യമായിട്ടൊന്നുമില്ല. വിശ്വസിച്ചാൽ ദൈവമഹത്വം ദർശിക്കും. ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല എന്ന പരിശുദ്ധ അമ്മയോടുള്ള മാതാവിൻ്റെ വാക്കുകൾ നമുക്ക് ഓർക്കാം. ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. അപ്പോൾ ഈ വിശ്വാസ സത്യം, പരിശുദ്ധ അമ്മ സ്വർഗത്തിലേക്ക് ഉടലോടുകൂടി എടുക്കപ്പെട്ടു എന്നുള്ളത് നാം വിശ്വസിക്കുമ്പോൾ എത്ര മനോഹരമാണ്. സ്വർഗത്തിൽ നമ്മുടെ അമ്മയുണ്ട്, ഉടലോടുകൂടിയുണ്ട്. പരിശുദ്ധ ത്രിത്വത്തോട് ചേർന്ന് അവിടുത്തെ സിംഹാസനത്തിൽ, വെളിപാടിൻ്റെ പുസ്തകത്തിൽ നമ്മെ പഠിപ്പിക്കുന്നത് പോലെ നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടം ധരിച്ച നമ്മുടെ അമ്മ സ്വർഗത്തിൽ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുകയാണ്. പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നത് എങ്ങനെയാണെന്നും വത്തിക്കാൻ കൗൺസിൽ പഠിപ്പിക്കുന്നുണ്ട്. ക്രിസ്തുവിൻ്റെ പൗരോഹിത്യത്തിൽ ഈ ലോകത്തിൽ നാം ഓരോരുത്തരും പങ്കുകാരാകുന്നുണ്ടെങ്കിൽ, ഏക മധ്യസ്ഥനായ ഈശോയുടെ ദൗത്യത്തിലും നാം ഓരോരുത്തരും പങ്കുകാരാകും. നമുക്കും ആ വലിയ ദൗത്യത്തിൽ പങ്കുചേരാം. പരിശുദ്ധ അമ്മ അങ്ങനെ മധ്യസ്ഥയായിട്ട് സ്വർഗത്തിൽ നമുക്ക് വേണ്ടി യാചനാപൂർവ്വം നിൽക്കുന്നു എന്ന് വിശ്വസിക്കുന്നതിൽ നമുക്ക് എന്ത് മടിയാണുള്ളത്? മടിക്കേണ്ട ആവശ്യമേ ഇല്ല. പരിശുദ്ധ അമ്മ സ്വർഗത്തിൽ ഉടലോടുകൂടി ആയിട്ടുണ്ട്. അവിടുന്ന് തിരുക്കുമാരനോട് ചേർന്ന് പിതാവായ ദൈവത്തിൻ്റെ പക്കൽ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുകയാണ്. കാനായിലെ കല്യാണ വിരുന്നിൽ അമ്മ ആ കുടുംബത്തിന് സഹായമായതുപോലെ, അഭിഭാഷികയായതുപോലെ, മധ്യസ്ഥയായതുപോലെ നമുക്ക് വേണ്ടി പരിശുദ്ധ അമ്മ മധ്യസ്ഥയാകുന്നുണ്ട്. അത് വിശ്വസിക്കുവാൻ നമ്മോട് ആഹ്വാനം ചെയ്യുകയാണ് ഈ സ്വർഗാരോപണ തിരുനാൾ. പരിശുദ്ധ അമ്മ സ്വർഗത്തിൽ ആയിരിക്കുമ്പോൾ നമുക്ക് വേണ്ടി രക്ഷകയായിട്ട്, സഹരക്ഷകയായിട്ട് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ചുകൊണ്ട് സ്വർഗത്തിൽ എപ്പോഴും നിറഞ്ഞ സാന്നിധ്യമായി നിൽക്കുന്നുണ്ട് എന്നതിൻ്റെ ഉദാഹരണമായി വിശുദ്ധ അൽഫോൻസ് ലിഗോരി പറയുന്ന മനോഹരമായിട്ടുള്ള ഒരു സംഭവമുണ്ട്. സ്വർഗത്തിൽ വലിയ ഒരു ഹോള്. ഇവിടെ നിന്ന് മരിച്ച് സ്വർഗത്തിലേക്ക് എത്തുന്നവർ ആ ഹോളിലേക്കാണ് പ്രവേശിക്കുന്നത്. അവിടെ അതിൻ്റെ കവാടത്തെങ്കിൽ വിശുദ്ധ പത്രോസ് നിൽക്കുകയാണ്. കടന്നു വരുന്നവരെ വിശുദ്ധിയിലേക്ക്, സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നതിന് വേണ്ടി അവർ ഓരോരുത്തരും ചെയ്ത കാര്യങ്ങൾ പരിശോധിക്കുകയാണ്. പാപം ചെയ്ത് ജീവിച്ചവരെ നരകത്തിലേക്ക് പറഞ്ഞു വിടുകയും വിശുദ്ധിയിൽ ജീവിച്ച വ്യക്തികളെ ഈ വലിയ ഹോളിലേക്ക്, സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്യുകയാണ്. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ വിശുദ്ധ പത്രോസ് ഈശോയുടെ അടുത്ത് വന്ന് പറഞ്ഞു, ഞാൻ നരകത്തിലേക്ക് പറഞ്ഞു വിട്ട പാപികളായിട്ടുള്ള വ്യക്തികൾ, അവരുടെ സാന്നിധ്യവും ഈ വിശുദ്ധരോടൊപ്പം എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? ഈശോ പറഞ്ഞു, നിന്റെ ശ്രദ്ധക്കുറവാണിത്. പത്രോസിനോട് പറഞ്ഞു. പത്രോസ് പറഞ്ഞു, അല്ല, എനിക്ക് മനസ്സിലായി. ഈ ഹോളിൻ്റെ അങ്ങേ അറ്റത്ത് ആരോ ഒരാൾ അവിടെ സഹായിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഈശോ പത്രോസിനോട് പറഞ്ഞു, നീ വേഗം പോയി നോക്ക് അതാരാണെന്ന്. പത്രോസ് വളരെ പെട്ടെന്ന് തന്നെ ആ പ്രദേശത്തേക്ക് പോയി നോക്കുകയും തിരിച്ചു വന്ന് ഈശോയോട് പറയുകയും ചെയ്തു. ഇനി നമുക്ക് ആ ഭാഗത്തേക്ക് ശ്രദ്ധിച്ചിട്ട് കാര്യമില്ല. നാം പാപികളായി എന്ന് പറഞ്ഞ് നാം നരകത്തിലേക്ക് പറഞ്ഞു വിട്ട ആളുകളെ അവിടെയുള്ള ജനലിൽ കൂടി നിൻ്റെ അമ്മ അകത്തേക്ക് വലിച്ചു കയറ്റുകയാണ്. എത്ര ഭംഗിയായിട്ടുള്ളൊരു ചിത്രീകരണമാണ് വിശുദ്ധ അൽഫോൻസ് ലിഗോരി നമുക്ക് നൽകുന്നത്. പാപികളായിട്ട് നരകത്തിലേക്ക് പറഞ്ഞു വിട്ടു. പത്രോസ് ലീഹ തൻ്റെ ജീവൻ്റെ പുസ്തകത്തിൽ അവരുടെ പേരില്ല എന്ന് വിധി എഴുതി. എന്നാൽ ജനലിലൂടെ
വലിച്ചു കയറ്റാൻ കാരുണ്യത്തിൻ്റെ ഒരു അമ്മ നമുക്ക് സ്വർഗത്തിലുണ്ടെന്ന് ഈ ഒരു മനോഹരമായ കഥയിലൂടെ, സംഭവത്തിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ് വേദപാരംഗതൻ, വിശുദ്ധൻ. എത്ര ആശ്വാസമാണ്! കാരുണ്യത്തിൻ്റെ അമ്മ, കാരുണ്യത്തിൻ്റെ ഈ വർഷത്തിൽ അമ്മ കാരുണ്യവതിയാണ്. തൻ്റെ ചാർച്ചക്കാരിയായ എലീശ്വ ഗർഭിണിയാണെന്ന് കേട്ടപ്പോൾ എത്ര പെട്ടെന്നാണ് വിശുദ്ധ എലീശോയുടെ അടുത്തേക്ക് അമ്മ പോകുന്നത്. കാരുണ്യമാണ്. ആ കാനായിലെ കല്യാണ വിരുന്നിൽ അവർക്ക് വലിയ പ്രതിസന്ധി നേരിടുന്നുവെന്ന് മനസ്സിലാക്കിയപ്പോൾ അമ്മ എത്ര ഭംഗിയായിട്ടാണ് ആ കുടുംബത്തെ സഹായിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ അമ്മയുടെ സാന്നിധ്യവും സ്നേഹവും കരുണയും എല്ലാം ഇതുപോലെയാണ്. ഈ സ്വർഗാരോപണ തിരുനാളിൽ പരിശുദ്ധ അമ്മയോട് നമുക്ക് അപേക്ഷിക്കാം, നമ്മുടെ ജീവിതത്തിൽ മധ്യസ്ഥയായിരിക്കണമേ. അമ്മ പകർന്നു തന്ന നല്ല മാതൃകയുണ്ട്, ആ മാതൃക നമുക്ക് സ്വീകരിക്കാം. അത് എളിമയുടേതാണ്, ത്യാഗത്തിൻ്റേതാണ്, കാരുണ്യത്തിൻ്റേതാണ്, വിശ്വാസത്തിൻ്റേതാണ്, ദൈവിക രഹസ്യങ്ങൾ ഉൾക്കൊണ്ടതിൻ്റേതാണ്. ഈ വലിയ മാതൃക സ്വീകരിക്കുവാൻ കൂടി അമ്മയുടെ മാധ്യസ്ഥ്യം അപേക്ഷിക്കുന്ന ഈ തിരുനാൾ ആഘോഷിക്കുന്ന ഈ ദിവസം നമ്മോട് അഭ്യർത്ഥിക്കുകയാണ്. ഏറെ പ്രത്യേകമായിട്ട് ഭാരതത്തിൻ്റെ രാജ്ഞി കൂടിയാണ് അമ്മ. ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ ദിവസം ഓർക്കുമ്പോൾ ഒരിക്കൽ കൂടി ഈ രാജ്യത്തിന് വേണ്ടി, സ്വാതന്ത്ര്യത്തിന് വേണ്ടി രക്തസാക്ഷികളായവർ, ധീരരായ നേതൃത്വം വഹിച്ചവർ, അവരെല്ലാം നാം അനുസ്മരിക്കുകയും നന്ദിയോടുകൂടി ഹൃദയത്തിൽ ഓർക്കുകയും ചെയ്യുമ്പോൾ തന്നെ അവർ നേടിത്തന്ന ജനാധിപത്യം എന്നൊരു സംവിധാനം ഇന്ന് വലിയ അപകടത്തിലാണ്. അഴിമതി, സ്വജനപക്ഷപാതം, വർഗീയത, ഇതെല്ലാം ഈ നമ്മുടെ സ്വാതന്ത്ര്യത്തെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുകയാണെന്ന് നമുക്കറിയാം. പരിശുദ്ധ അമ്മയോട് നമുക്ക് പ്രാർത്ഥിക്കാം, ഉത്തമരായ നേതാക്കളെ ഞങ്ങൾക്ക് നൽകണമേ. സ്വാതന്ത്ര്യം യഥാർത്ഥത്തിൽ ഭൗതികമായ സ്വാതന്ത്ര്യമല്ല, ആത്മാവിലുള്ള സ്വാതന്ത്ര്യമാണ്, മനസാക്ഷിയുടെ സ്വാതന്ത്ര്യമാണ് എന്ന് തിരിച്ചറിയുവാൻ നേതൃത്വം നൽകുന്നവരെയും ഈ രാജ്യത്തിലെ ജനങ്ങളെയും ഓർമ്മിപ്പിക്കണമേ എന്ന് നമുക്ക് പരിശുദ്ധ അമ്മയോട് മാധ്യസ്ഥം അപേക്ഷിക്കാം. പരിശുദ്ധ അമ്മ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടെങ്കിൽ ഞാനും ഒരു ദിവസം സ്വർഗത്തിലേക്ക് എടുക്കപ്പെടണം. അതനുസരിച്ച് എൻ്റെ ജീവിതം ഞാൻ ക്രമീകരിക്കണം. അതിന് എന്നെ ശ്രവിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട എല്ലാവരെയും ഞാൻ ആഹ്വാനം ചെയ്യുന്നു. നമുക്കൊന്നു ചേർന്ന് പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മയോട്. നമ്മുടെ ജീവിതത്തിലെ എല്ലാ നിമിഷങ്ങളിലും അമ്മ മധ്യസ്ഥയായിരിക്കണമേ, സഹായിക്കണമേ, ഞങ്ങളോട് ചേർന്ന് നിൽക്കണമേ. അമ്മയുടെ കാപ്പയുടെ തണലിൽ ഞങ്ങളെ ചേർത്ത് പിടിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ രാജ്യത്തിന് വേണ്ടിയും നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. എന്നെ ശ്രവിക്കുന്ന എല്ലാ ശാലോം TV പ്രേക്ഷകർക്കും പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാളിൻ്റെയും ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനത്തിൻ്റെയും ആശംസകൾ സ്നേഹപൂർവ്വം ഒരിക്കൽ കൂടി നൽകുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.